വെൽക്കം ബാക്ക് ചീഫ് കുക്കിംഗ്. എല്ലാവർക്കും ചീഫ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ഉലർത്തിയതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയോട്ട് പോകാം. ഒട്ടും വെച്ച് ഞാൻ താമസിപ്പിക്കുന്നില്ല, വർത്തമാനം പറഞ്ഞ് ഞാൻ താമസിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 1 കിലോ നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ജിഞ്ചർ, ഗാർലിക്ക്, ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് കുറച്ചധികം വേണം, ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് നല്ലതായിട്ട് നിൽക്കും. അതുപോലെ തന്നെ സവാളയും കുറച്ച് ഏറെ ഇട്ടാലും നല്ലതാണ്, ടേസ്റ്റ് അത്രയും ബാലൻസ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത്. ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ ബീഫ് വേവിക്കാൻ പോവുകയാണ്. ബീഫ് വേവിക്കാൻ നമ്മൾ ആദ്യം ബീഫ് ഇട്ട് കൊടുത്തിട്ട് വളരെ ചെറിയൊരു മസാലയൊക്കെ ഒന്ന് കൊടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ നമുക്ക് അതിനൊന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ. കാര്യം എന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുറേ കൂടെ സമയമാകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ബീഫ് വേവിക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ഏലക്കയും നമ്മുടെ കുരുമുളകും പെരുംജീരകവും തടിയും അതൊക്കെ ഇട്ട് പെട്ടെന്നൊന്ന് നമ്മളൊന്ന് പടപടയെ നമ്മളൊന്ന് ചെറിയൊരു മസാലയൊക്കെ ഒന്ന് കൊടുത്തൊന്ന് ശരിയാക്കുകയാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ, വേറെ ഒന്നും നമ്മളിതിനകത്ത് ഇടുന്നില്ല. ഒരു മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വല്ല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുകയാണ്. പിന്നെ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കാര്യം കുറച്ചുകൂടി ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ കൊച്ചുള്ളിയും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും മാത്രം നമുക്കിപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ദേഹത്തൊക്കെ ഒന്ന് നല്ലതായിട്ട് പരളുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അതിനകത്തോട്ടൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ, നല്ല വെളിച്ചെണ്ണ. ഇതിനകത്ത് ബീഫിന് ശരിക്കും പറഞ്ഞാൽ നെയ്യ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു നിരപ്പ് നോക്കിയിട്ട് 1 ഗ്ലാസ് വെള്ളം, ഇനി ബീഫിനകത്തുനിന്നും കൂടെ കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് യോജിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമുക്കിതിനകത്ത് 2 സാധനങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. എത്രയും വേണം ഉപ്പ് നിങ്ങളാണ് ടേസ്റ്റ് നോക്കുന്നത്. നിങ്ങൾ ആ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് ആദ്യം തന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട്, അഥവാ ഉപ്പിന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാല ചെയ്യാൻ നേരത്ത് ആ ആവശ്യം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി റെഡിയാക്കി വെക്കുക. നമുക്ക് അടച്ചൊരു 4-5 വിസിൽ, മാക്സിമം 5 വിസിൽ മതി. അപ്പോഴത്തേക്കിന് നമുക്ക് സംഭവം വെന്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ഉരുളി എടുത്ത് വെച്ച് അതിനൊരു നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ഉലർത്തിയത് ചെയ്യാൻ വേണ്ടി നല്ല മസാല അങ്ങോട്ട് ചെയ്യാൻ പോകും. നമ്മൾ അതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി, ആ ഇടയ്ക്ക് വീഡിയോ കട്ടായിപ്പോയി. നിങ്ങൾക്കൊന്നും തോന്നില്ല, നമ്മൾ ജിഞ്ചറും ഗാർലിക്കും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് ഇപ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി വെച്ചിരിക്കുകയാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കയ്യിൽ സ്പൂണും ഒരു കയ്യിൽ ക്യാമറയും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷോട്ട് വന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത്. എങ്കിലും കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം അതൊന്ന് 3 ഐറ്റം ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് ആ തേങ്ങാക്കൊത്തും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഒരു ബ്രൗണിഷ് കളറ് ആ തേങ്ങയ്ക്കുണ്ട്, ഭയങ്കര ഡാർക്കായിട്ട് പോകണ്ട. ജസ്റ്റ് ഇതാണ്, കണ്ടല്ലോ, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണമുണ്ട്. അതുമാത്രമല്ല, സവാള ബീഫിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് സവാള കുറച്ച് അധികം ഇട്ടാലും കുഴപ്പം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കൊച്ചുള്ളി മറ്റേ ബീഫിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഫീസിലടിച്ചു. അപ്പം കാര്യം വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം അതുകൊണ്ടാണ് ചെറിയ ടിപ്പുകളാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ഉലർത്തിയ രീതിയിൽ നമുക്ക് കിട്ടും, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ വഴറ്റുന്ന പരിപാടി, അതാണ് ഒരു ചടങ്ങ് പിടിച്ച പരിപാടി. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് വഴന്നങ്ങോട്ട് കിട്ടണം നമുക്ക്. ഇനി അതിനകത്തോട്ട് വഴന്ന് കിട്ടാൻ വേണ്ടി അറിയാമല്ലോ, ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവരുടെ കെമിസ്ട്രി അങ്ങോട്ട് വർക്കാകണം. അപ്പോൾ അതിനായിട്ട് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റുക. ഒരു നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടിയാലേ നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത്ര ടേസ്റ്റ് വേണോ, നിങ്ങൾ എത്രയും ടേസ്റ്റ് വേണോ നിങ്ങളത് തീരുമാനിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. കണ്ടല്ലോ, ഇപ്പോൾ ഏകദേശം നന്നായിട്ട് അതൊന്ന് വഴന്ന് നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പൊടിക്കൈകൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നോക്കാം അപ്പോൾ എന്തൊക്കെയാണ്. ആദ്യം തന്നെ ഒരു 3 ടീസ്പൂൺ
മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് മീറ്റ് മസാല, ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, ഇത്ര മാത്രം ഞാനിപ്പോൾ ബേസിക്കായിട്ട് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇത്ര അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഈ 3 ഐറ്റം മതി. ഇതിനകത്ത് ഈ മീറ്റ് മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് രണ്ടും ആയാലും മതി. പക്ഷേ മുളക് പൊടി മല്ലിപ്പൊടി എപ്പോഴും കൂടി നിൽക്കണം, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മല്ലിപ്പൊടി എപ്പോഴും ഇച്ചിരി കൂടി നിന്നോണം ഉലർത്തിയതുണ്ടാക്കുമ്പോൾ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അവ അങ്ങോട്ട് നന്നായിട്ടൊന്ന് മൂക്കണം. നന്നായിട്ട് മൂത്ത് ഞാൻ ആ മൂത്ത പരുവം നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നന്നായിട്ട് അങ്ങോട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ സംഭവം സെറ്റായിട്ട് നിൽക്കണം, കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലോട്ടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതിനകത്ത് വന്ന ഒരു ഇച്ചിരി സ്റ്റോക്കെന്ന് വേണേൽ പറയാം. നമുക്ക് അതിനകത്ത് ആ വെള്ളം എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി റെഡിയാക്കാം. ഇനി അവരങ്ങോട്ട് എന്നാ പറയുന്നത്, മസാല കിടന്ന് അങ്ങോട്ട് വേകണം, അല്ലെങ്കിൽ മസാല കിടന്ന് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പരണ്ട് കിട്ടണം. അപ്പോൾ കണ്ടോണം, നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി, ഇവിടെ നമ്മൾ ഇളക്കുക, നന്നായിട്ട് ഇളക്കുക. കാര്യം ബീഫ് നന്നായിട്ട് ആ മസാലക്കകത്ത് ഇങ്ങനെ എന്താ പറഞ്ഞത് പൊതിഞ്ഞിരിക്കണം, പടപ്പടപ്പടപ്പടേ നമ്മളങ്ങോട്ട് ഇളക്കിക്കണം. അങ്ങോട്ട് ഇളക്കി റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് തട്ടുകടയിൽ പോയി കഴിക്കുന്ന ഫീല്, അല്ലെങ്കിൽ എന്തോ പറയുന്നത് കള്ള് ഷാപ്പിൽ പോയി കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടും, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബീഫ് അത്യാവശ്യം ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഒരു ഇച്ചിരി കുറച്ച് ഈ ഒരു രീതി കിട്ടിക്കഴിയണം നമുക്ക്. ഇനി ഇതിനകത്ത് നമുക്കൊരു എന്തോ പറയുന്നത് നമ്മുടെ ഗരം മസാല പൊടിച്ചത്, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം, എന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അതങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അപ്പം അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടോ, ഒരു കുഴപ്പമില്ല. കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് സംഭവം നമ്മളങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ പോവാം. വേറെ ഒരു പരിപാടിയില്ല, കണ്ടല്ലോ. ഇപ്പം ബീഫ് ഉലർത്തിയതിൻ്റെ മണം ദേശം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഇറ്റ്സ് മീ വിജയ് വിനോദ് സൈനിങ് ഔട്ട്.